ത്തുള്ള ഒരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മൈത്രേന് എന്തായാലും ഇതിനെ പറ്റി ഐഡിയ ഒന്നുമില്ല. അതായത് ഏതൊക്കെ ഡ്രഗ്സിന് ഏതൊക്കെ എഫക്റ്റ് ആണ് എന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും മൈത്രേന് കാര്യമായിട്ടുള്ള ഐഡിയ ഒന്നുമില്ല. അപ്പൊ മൈത്രേൻ ഇത് എന്തുദ്ദേശിച്ചിട്ടാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് മൈത്രേന്റെ സങ്കല്പത്തില് ഈ സിന്തറ്റിക് ഡ്രഗ്സ്, ആൽക്കഹോള് ഇതിനെല്ലാം പുള്ളി ഒരൊറ്റ കാറ്റഗറി ആയിട്ടാണ് പുള്ളി അതിനെ മയക്കുമരുന്ന് എന്നുള്ള ഒറ്റ കാറ്റഗറി ആയിട്ടാണ് കൊടുക്കുന്നത്. പക്ഷെ ആ ഒരു ഒറ്റ കാറ്റഗറി ആയിട്ടാണ് പുള്ളി കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ അതല്ല അതിന്റെ സത്യാവസ്ഥ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആൽക്കഹോളിന്റെ കേസിൽ നമുക്ക് ഹിസ്റ്റോറിക്കൽ ആയിട്ട് അതിനെ പറ്റിയുള്ള വിവരങ്ങൾ ഡാറ്റ നമുക്ക് അവൈലബിൾ ആണ്. ഈ പുതിയ സിന്തറ്റിക് ഡ്രഗ്സിന്റെ കുറിച്ചുള്ള ഡാറ്റ നമുക്ക് അവൈലബിൾ അല്ല. എസ്പെഷ്യലി ഇങ്ങനെ ഈ മെത്തഫിറ്റമിൽ പോലുള്ള MDMA പോലുള്ള ഡ്രഗ്സ്, അതുപോലെ തന്നെ മരിജുവാനയുടെ കോൺസെൻട്രേറ്റഡ് ഡ്രഗ്സ്, അതുപോലെ ഫെൻസൈക്ലിൻ, ഏഞ്ചൽ ഡസ്റ്റ് എന്ന് പറയുന്ന ഡ്രഗ്സ്, LSD,